ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് ഗിഡുഗു രുദ്രരാജു കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ഗിഡുഗു രുദ്രരാജുവിനെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കുകയും ചെയ്തു. ആന്ധ്ര മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയും മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ മകളുമാണ് ഷർമിള. ആന്ധ്രയിൽ പാർട്ടിയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചാണ് കോൺഗ്രസ് തെലങ്കാന കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഷർമിളയെ കൊണ്ടുവന്നത്. ഒരു MLA പോലുമില്ലാത്ത ആന്ധ്രയിൽ പാർട്ടിയുടെ പുനരുജ്ജീവനം ഷർമിളയിലൂടെ നടപ്പാക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഷർമിളയുടെ സഹോദരനും YSR കോൺഗ്രസ് മേധാവിയുമായ ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്ര മുഖ്യമന്ത്രിയാണ്. തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ഭിന്നിക്കുമെന്നതിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രശേഖർ റാവുവിനെതിരെ YSRTP പാർട്ടി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് കോൺഗ്രസിന് പിന്തുണ നൽകുകയായിരുന്നു. തുടർന്ന് തെലങ്കാനയിൽ അധികാരത്തിലേറാനും കോൺഗ്രസിന് കഴിഞ്ഞു. 13 വർഷത്തിനു ശേഷമാണ് YS ഷർമിള കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നടത്തുന്ന ഏറ്റവും ശക്തമായ നീക്കമായിട്ടാണ് YS ഷർമിളയെ പാർട്ടി നേതൃത്വത്തിലേക്ക് എത്തിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.